ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഫ്രൈഡേ. നമ്മൾ ജസ്റ്റ് ഇന്നലെ വന്ന പാക്ക് സാമൽ ഇറ്റോൻ്റെ പാക്ക് സ്പിൻ ചെയ്യാൻ പോവാണ്. ടാർഗറ്റ് ഇറ്റോണ്. നമ്മൾ 300 കോയിനാണ് സ്പിൻ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് കോയിന് ഇതാക്കുന്നില്ല, പൊട്ടിക്കുന്നില്ല. വെറുതെ കിട്ടി കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 300 കോയിൻ ജസ്റ്റ് നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം. കിട്ടുകയാണെങ്കിൽ നിർത്താം. ഓക്കെ, 100 വെച്ചിട്ട് 3 സ്പിൻ ചെയ്യാം. ഓക്കെ, ഒരുപാട് സ്പിൻ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് നമ്മളെ ഓക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഒന്ന് ടീമൊന്ന് മാറ്റി കൊടുക്കാം. ബാഴ്സലോണ ടാർഗറ്റിട്ടാണല്ലോ. ഓക്കെ, സ്പാനിഷ് ലീഗ് FC ബാഴ്സലോണ. റൈക്കാർഡ് മാനേജർ. ഓക്കെ, റൈക്കാർഡ് ബാഴ്സലോണ മാനേജർ. അഡ്വാൻറ്റേജ് ആണെങ്കിലോ. ഓക്കെ, ജസ്റ്റ് പോവാം. 300 കോയിൻസ് വിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഫസ്റ്റ് ബാക്കിൽ കയറിയിട്ട് CF ടാപ്പ് ചെയ്യാം. യൂട്യൂബിൽ മറ്റേ ഒരു മച്ചാണ്ടല്ലോ, മച്ചാൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഇത് പഠിച്ചത്. സെയിം ട്രിക്കാണ് അവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ടൈം എനിക്ക് തോമസ് പറി വക്കോട്ടി ഗെയിമിങ്ങിൻ്റെ ഓരോ ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും വെറുതെ അല്ലേ, ഞാൻ സ്പിൻ ചെയ്യുമ്പോൾ പിന്നെ രണ്ടാമത് ക്യാൻസൽ അടിച്ച് 3ാമത്തെ സ്പിൻ ചെയ്തിട്ടുണ്ട്. അടിക്കുമോ കാത്തിരുന്ന് കാണാം. ഇല്ല, ഒന്നുമില്ല. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ഓക്കെ, 3 സ്റ്റാർ പ്ലെയറാണ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് തേർഡ് സ്പിൻ ചെയ്തിരിക്കുകയാണ്. ഒന്നുമില്ല. ഏതൊരു കാര്യം ഉറപ്പായി, ഒന്നും കിട്ടൂല. പിന്നെ ഒന്നും കൂടെ സ്പിൻ ചെയ്ത് നോക്കാം. കിട്ടൂലുള്ള കാര്യം ഉറപ്പായി, കൺഫേമായി. ഓക്കെ, സ്പിൻ ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല. ഓക്കെ ഗൈസ്, പറഞ്ഞ പോലെ തന്നെ ഒന്നുമില്ല. പോയേ കയ്യിൽ നിന്ന് പോയേ, പിന്നെ പോയേ. ഒന്നുമില്ല. ഫോക്സ് ആകുന്നുണ്ട്, നല്ല കാര്യം. നമ്മൾ 900 കൊടുത്താലൊന്നുണ്ട്. ഏറ്റവും എന്തായാലും ആവശ്യമുള്ള പ്ലെയറാണ്. 900 കൊടുത്താലും പ്രശ്നമൊന്നുമില്ല പോയാലും. പക്ഷെ നമ്മളെന്തായാലും സ്പിന്ന് ചെയ്യുകയാണ്, കണ്ടിന്യൂ ചെയ്യുക. എന്തായാലും പ്ലെയറിന് ആവശ്യമുണ്ട് ആണ്, വേറൊന്നുമില്ല. നോക്കാം. ഓക്കെ, സ്പിൻ ചെയ്തിട്ടുണ്ട്. 900 എപ്പിക്ക് അടിച്ചിരിക്കുകയാണ്.
ഫൈനലി ആരാണ് നോക്കാം. ഇറ്റോ ടാർഗറ്റ്, സാമുവൽ ഇറ്റോ ടാർഗറ്റ്. കണ്ടോണ്ട് കിട്ടിയാൽ പോയി. ഗായ്സ് ഫൈനലി സാമുവൽ ലിറ്റോ. ഇപ്പോൾ എല്ലാവരും മാക്സിമം 900 തന്നെ സ്പിൻ ചെയ്യാം. അടിച്ചിരിക്കുകയാണ് സാമുവൽ ലിറ്റോ. അടിച്ചിരിക്കുകയാണ് കൂട്ടുകാരെ സാമുവൽ ലിറ്റോ. സാമുവൽ ലിറ്റോ ഫസ്റ്റ് ഫിനോമിനൽ ഫിനിഷിംഗ് കാർഡ് സാമുവൽ ഇറ്റോ. ഗൈസ് ഇനി 137 പ്ലെയേഴ്സ് ഇതിലുണ്ട്. പക്ഷെ ഞാൻ എത്ര പ്ലെയേഴ്സ് സ്പിൻ ചെയ്തത്? 10 10 പ്ലെയർ പുഷ് ആൻഡ് 300 കോയിൻ സ്പിന്നും. എന്നുവെച്ചാൽ ഏകദേശം ഞാൻ 1200 കോയിൻ സ്പിൻ ചെയ്തപ്പോത്തിന് സാമുവൽ ലിറ്റോനെ കിട്ടിയിരിക്കുകയാണ്. താങ്ക് യു അനാമി, താങ്ക് യു. ഷാജിയേട്ട്, നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ട്. ഓക്കെ ഗൈസ്, ഇനി നോക്കാം. സാമുവൽ ലിറ്റോനെ സ്കോഡിലിടാം. സോ ഐ ആം വെരി ഹാപ്പി. ഓക്കെ, സ്കോഡ്. ഇതിലോട്ട് നമുക്കൊരു കിഡിലിന് സ്ട്രൈക്കർ കിട്ടിയിരിക്കുകയാണ് സാമുവൽ ലിറ്റോ. എവിടെയാണ് അദ്ദേഹം? താഴോട്ട് പോകാം. താഴോട്ട് ഇവിടെയാണ് സാമുവൽ ഇറ്റോ. ഗൈസ് സാമുവൽ ഇറ്റോ, ഗോട്ട് സാമുവൽ ഇറ്റോ. പകരം ആരെ ഒഴിവാക്കും? പൊസിഷനിലോട്ട് കൈ ഹവേർട്സ് പോട്ടെ. തൽക്കാലം നമുക്ക് സ്കോറൊക്കെ മാറ്റാം. ഓക്കെ, സാമുവൽ ഇറ്റോ. ഗൈസ് സാമുവൽ ലിറ്റോനെ ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. നമുക്ക് പ്രോഗ്രഷൻ സ്പെഷ്യൽ നമുക്ക് ഓട്ടോ കൊടുക്കുക. പിന്നെ നമുക്ക് നമ്മളെ സ്കൂളിൽ കളിപ്പിച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ കൂട്ടണം മനസ്സിലാക്കി ചേഞ്ച് ചെയ്യാം. ഓക്കെ ഗൈസ്, സാമുവൽ ഇറ്റോ. ഫൂട്ട് ഏതാണ്? ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫിനോമിനൽ ഫിനിഷിംഗ്, മൈ ഫസ്റ്റ് ഫിനോമിനൽ ഫിനിഷിംഗ് കാർഡ് സാമുവൽ ഇറ്റോ. ബൂസ്റ്റ് ഹാർഡ് വർക്ക് ആണ്. ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് നോക്കട്ടെ. ജസ്റ്റ് പൗസ് അടിക്കേണ്ട വീഡിയോ. സോ ഗൈസ്, പൗസ് അടിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിന് ഏത് ബൂസ്റ്റ് കൊടുക്കണമെന്ന് അറിയില്ല. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ബൂസ്റ്റർ ജസ്റ്റ് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാൻ പോയതായിരുന്നു. ഓക്കെ, സോ നമ്മളിപ്പം തൽക്കാലം ഇപ്പോൾ ഈ ബൂസ്റ്റ് റൂമിലാണ്. ഹാർഡ് വർക്ക് ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഉള്ളത്. 1 ഇൻക്രീസ് ടു അഗ്രഷൻ, ആക്സിലറേഷൻ, ഫിസിക്കൽ കോണ്ടാക്ട് ആൻഡ് സ്റ്റാമിന. പ്ലെയർ സ്റ്റാറ്റ്സ്, സ്റ്റാമിന ഇതൊക്കെ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഒക്കെ ഇൻക്രീസ് ആവും. ഓക്കെ, നല്ല കാര്യമാണ്. ഈ കാർഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കട്ടെ ഗൈസ്, ഫിസിക്കൽ കോണ്ടാക്റ്റിൻ്റെ അവസ്ഥയൊക്കെ എന്താ നോക്കട്ടെ. ഒരു 96 അറ്റാക്ക് അവയർനെസ് വരുന്നുണ്ട്. ഇതൊക്കെ വരുന്നുണ്ട്. ഡ്രിബ്ലിങ്ങും ബോൾ കൺട്രോളൊക്കെ ഇച്ചിരി കുറവാണ്. വിചാരിച്ചാൽ ഒരുപാടൊന്നുമില്ല, കുറച്ച് കുറവാണ്. ഫിനിഷിങ് 95 വരുന്നുണ്ട്. 81 കേള് വരുന്നുണ്ട്. കുറവാണ്. 98 സ്പീഡ് വരുന്നുണ്ട്. 102 ആക്സിലറേഷൻ വരുന്നുണ്ട്. ഈ 102 ആക്സിലറേഷൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. 102 ആക്സിലറേഷനൊക്കെ വരുന്നുണ്ട്. 88 കിക്കിംഗ് പവർ 88 ഉള്ളൂ. നമുക്ക് ജസ്റ്റ് കിക്കിംഗ് പവറൊക്കെ കൂട്ടിയിട്ട് ജസ്റ്റ് ഈ പ്ലെയറിനെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ജമ്പിങ് 80 വരുന്നുണ്ട്. ഫിസിക്കൽ കോണ്ടാക്റ്റ് 78 വരുന്നുള്ളൂ, കുറവാണ്. ബാലൻസ് 84, സ്റ്റാമിന 92. ഇതിൽ ആക്സിലറേഷൻ കുറച്ചിട്ട് ഇത് കിക്കിംഗ് പവർ കൂട്ടുക ഒക്കെ കിക്കിംഗ് പവർ, ഫിസിക്കൽ കോണ്ടാക്റ്റ് ഒക്കെ കൂട്ടുകയാണെങ്കിൽ നന്നായിരിക്കും. അതുപോലെ ബോൾ കൺട്രോള് കുറച്ച് വേണം എന്തായാലും. ചെയ്തിട്ട് ഈ കൺട്രോൾ വെച്ച് നമുക്ക് പക്ക ഒരു സ്ട്രൈക്കർ പൊസിഷനിലോട്ട് മാത്രം കളിപ്പിക്കാൻ പറ്റുന്നൊരു പ്ലെയറായി മാറും. അങ്ങനെയല്ല ഇവിടെ മാത്രം ജസ്റ്റ് ട്രിബിള് ജസ്റ്റ് ഇവിടുന്ന്
അത്യാവശ്യം നല്ല ഡിഫൻസൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് പോകുന്ന പരിപാടിയൊന്നും നടക്കില്ല. കട്ട് ചെയ്ത് കയറി അടിക്കുന്ന പരിപാടിയൊന്നും നടക്കില്ല. ജസ്റ്റ് നമ്മൾ ഈ കാർഡ് എടുത്ത് തൂക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും. ടോക്കസിൻ്റെ കാർഡ് തൂക്കുകയാണെങ്കിൽ മനസ്സിലാവും. കാണിച്ചു തരാം. ഈ ബോൾ കൺട്രോള് 83 വരുന്നുണ്ട്. ഓക്കെ, മറ്റെടുത്ത പോലെ തന്നെ വലിയ വിഷയമില്ല. കേള് 82 വരുന്നുണ്ട്. ഓക്കെ, നോക്കുമ്പോൾ സ്പീഡ്, ആക്സലറേഷൻ മറ്റിൻ്റെ അകത്തൊന്നും വരുന്നില്ല. ഫിസിക്കൽ കോൺടാക്ട് 20 വരുന്നുള്ളൂ. ഓക്കെ, ഇത് സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ല കാർഡ് തന്നെയാണത്. സ്റ്റോയിച്ചിക്കോനെ നോക്കാമെന്നുള്ള മറ്റൊരു സ്ട്രൈക്കറാണ് സ്റ്റോയിച്ചിക്കോ. സ്റ്റോയിച്ചിക്കോയുടെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ബോൾ കൺട്രോൾ, ട്രിബിളിംഗ് ഒക്കെ വരുന്നുണ്ട്, അത്യാവശ്യം വരുന്നുണ്ട്. ആൻഡ് ഫിനിഷിങ് നോക്കട്ടെ, കേള് കണ്ടോളൂ 92. ഒന്നാമത് വെച്ചാൽ സ്റ്റോയിച്ചിക്കോ വിങ്ങിലൊക്കെ കളിക്കണോണ്ടാവും, വിങ്ങിലൊക്കെ കളിപ്പിക്കാൻ പറ്റിയ പ്ലെയർ ആയതുകൊണ്ടാവും. അതുകൊണ്ടാവും അങ്ങനെ വരുന്നത് സ്റ്റാറ്റസ് വരുന്നത്. നല്ല നല്ല സ്റ്റാറ്റസ്. മെസ്സിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെസ്സിൻ്റെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ശരിയാവില്ല. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ലൊരു കാർഡ് തന്നെയാണ്. പക്ഷെ നമ്മൾ 1200 പോയിൻ്റിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. ഓക്കെ, വീഡിയോ അധികം ലാഗ് അടിപ്പിക്കുന്നില്ല. ജസ്റ്റ് ഇതിൻ്റെ ഞാൻ റിവ്യൂ ആയിട്ട് നല്ലൊരു റിവ്യൂ വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. സോ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.